ചേട്ടാ എങ്ങനെയുണ്ടായി തിയേറ്റർ എക്സ്പീരിയൻസ്? എന്നോട് ചോദിക്കുന്ന കാര്യമുള്ള പ്രതീക്ഷ പോലെ വന്നോ? അത് പ്രതീക്ഷ പോലെ വന്നിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവരുടെ റെസ്പോൺസ് ചെയ്താണ് അറിയാൻ, ഇവരുടെ അല്ല, നിങ്ങൾ അറിയാം. സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു അഭിപ്രായമാണ് നമുക്ക് അറിയേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് സിനിമ കാത്തിരിക്കുന്നത്. ഞങ്ങളൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു ഓൾറെഡി റിലീസിന് മുമ്പേ. ഞാൻ കണ്ടിടത്തോളം തിയേറ്ററിൽ അവസാനം ആ ഒരു കയ്യടി ഞാൻ പ്രതീക്ഷിക്കുന്നത് കിട്ടി. ഞാൻ വിചാരിക്കുന്നത് അവർക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് കൈയടിച്ചാണെന്നുള്ളതാണ്. നടികളുടെ സീൻ മാറ്റോ? സുഷിനോട് ചോദിക്കണം. നല്ല പടമായിരുന്നു, അടിപൊളിയല്ലേ? അടിപൊളിയായിരുന്നു. നിങ്ങൾ കണ്ടോ? അടിപൊളിയായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെ, ഇത് ഒരു സ്റ്റാർഡം, ഒരു ആക്ടറിന്റെ ഒരു ജേർണിയാണ് കാണിക്കുന്നത്. പടം ഞാൻ അഭിനയിച്ചോടല്ലേ, ഞാൻ തന്നെ നല്ല പറയാം. അടിപൊളി പടം. തിയേറ്റർ റെസ്പോൺസ് ഒക്കെ നല്ല ഏതാ ഇത് അങ്ങനത്തെ ഒരു കാറിക്കൂയ ഇത് ഒരു മാസ് പടമല്ല, ഒരു ഇമോഷണൽ ഡ്രാമയാണ്. കോമഡി ഉണ്ട്, അത്യാവശ്യം കോമഡികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി പടമാണ്, ഫുൾ ഓൺ എന്റർടൈനർ ആണ്. ആൻഡ് യുനോ ഷുഡ് കം വാച്ച് ഇറ്റ് ഇൻ ദ തിയേറ്റേഴ്സ്. ഓഫ് കോഴ്സ് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോണറാണ്. ഒരു ഹീറോൻ്റെ പേഴ്സണൽ ലൈഫും അയാളുടെ സ്ട്രഗിൾസും എല്ലാം കാണിക്കുന്ന ഒരു സിനിമ. ഇറ്റ്സ് ഗുഡ്. അടിപൊളി, എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ടോവി, ബാലു, ബാവുച്ചി, എവറിബഡി. ഓൾസോ ഗുഡ് മൂവി മാൻ, ലൈക്ക് അടിപൊളിയാണ്. കോമഡി ഉണ്ട്, അത്യാവശ്യം പരിപാടിയൊക്കെ ഉണ്ട്. ടൊവിനോ അടിപൊളിയായിരുന്നു. പക്ഷെ അതിനേക്കാളും എടുത്ത് പറയാൻ വേണ്ടിയിട്ട് സൗബി ഇവരും കൂടെയുള്ള ഒരു പരിപാടിയൊക്കെ അടിപൊളിയുണ്ടോ? നൈസാണ്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. സ്റ്റോറി ഒന്നും പറയാൻ പാടില്ല, കാണണ്ടേ. ചെറിയൊരു ത്രെഡാണ്, അപ്പോൾ ഇമോഷണൽ ആണ് മോസ്റ്റ്ലി. ടൊവിനോ നല്ലോണം ചെയ്തിട്ടുണ്ട്. ഭാവന ഗസ്റ്റ് റോളാണ് ആക്ച്വലി. എന്താ അഭിനയിച്ചിട്ടുണ്ട്, റോള് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ നായികയുടെ ആ ഒരു റോളല്ല ഭാവനേനെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ലോസ്റ്റ് ലവ് അല്ലെങ്കിൽ ഒരു പണ്ട് ടൊവിനോന്റെ അങ്ങനെ എന്തോ ഒരു രീതിയിലാണ് പുള്ളിക്കാരിനെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ആ സിനിമയിൽ. അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നതാണ്. എല്ലാവരും ഈക്വലി നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ സൗബിൻ ഒബ്വിയസ്ലി നല്ലോണം ചെയ്തിട്ടുണ്ട്. വെറൈറ്റി സ്റ്റോറിയാണ്. അതെ, വെറൈറ്റി സ്റ്റോറിയാണ്. കാര്യം ഇത്ര നാളും ഡയറക്ടറിന്റെ ഒരു ആംഗിളിൽ നിന്നായിരുന്നു സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഒരു ആക്ടർ ഒരു സ്റ്റാർഡമിൽ നിന്നിട്ട് ആ സ്റ്റാർഡം കാരണം അവരെങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നു അതൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ആ ഒരു ആംഗിളിൽ ഈ സിനിമ നല്ലോണം ചെയ്തു. പടം കണ്ടിരുന്നു ഓൾറെഡി 2 പ്രാവശ്യം. എന്നാൽ ഞങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഒന്ന് പറയാം. I really like the film. It's quite refreshing to see, something new coming up. Pinne, I love the direction and the storytelling, and the acting was very, very nice. Yeah, thank you. I like the direction. I like the costumes as well. ചേട്ടാ പടം കണ്ടായിരുന്നു? എങ്ങനെയുണ്ട്? നല്ല പടം. ടോവിനോന്റെ അഭിനയം എങ്ങനെയുണ്ട്? ടോവിനോന്റെ അടിപൊളിയാണ്, നല്ല അഭിനയം. അടിപൊളിയാണ്. സൗബിൻ ചേട്ടനും അടിപൊളിയാണ്. കോമഡി ഉണ്ട്. കോമഡി ഉണ്ട്, നല്ല കോമഡി ഉണ്ട്. കുട്ടികൾക്കായി കണ്ടിരിക്കുക. ക്ലൈമാക്സ് അടിപൊളിയാണ്. ഇമോഷണൽ അവസാനം ഇമോഷണൽ. കരഞ്ഞോ? പടം അടിപൊളി പടമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും കാണാൻ പറ്റിയ പടം. ആവേശത്തിന്റെ റെക്കോർഡ് തകർക്കും. അതെനിക്ക് സംശയം, പക്ഷെ പടം കൊള്ളാം, കണ്ടിരിക്കുക. വേറെ സോണിലാണ്. ടോവിനോ അടിപൊളിയായിട്ടില്ല. അവസാനമാണ് അതിന്റെ കലക്കിയത്. പുള്ളിക്കാരന്റെ ക്യാരക്ടർ എങ്ങനെയാണ്? ക്യാരക്ടർ ഇതൊരു പല സിനിമകളുടെ പോലെ ഒരു ആക്ടർ എന്ന രീതിയിലുള്ളതാണ്. പുള്ളി ആക്ടർ എന്ന രീതിയിൽ പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അവസാനം.